അത് യാഥാർത്ഥ്യമാവാൻ എന്താണ് വേണ്ടത് എന്നുള്ള ചർച്ച ഇവിടെ സംഘടിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് തന്നെ സ്ത്രീകളുടെ അവകാശ സമത്വങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ള ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് തന്നെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കാനുള്ള ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുകയും 4.5 വർഷക്കാലത്തിലധികം നീണ്ടുനിന്നിട്ടുള്ള ചർച്ചകൾക്കൊടുവിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഏറ്റവും മഹത്തായ, ഏറ്റവും ബൃഹത്തായ ഭരണഘടന എന്ന് നമ്മൾ അഭിമാനത്തോടുകൂടി പറയുന്ന ഇന്ത്യയുടെ ഭരണഘടന രൂപം കൊള്ളുകയും ചെയ്തു. 1950 ഭരണഘടന നിലവിൽ വന്നു. ഇന്ത്യയിലെ ജനങ്ങളായ നാം നമുക്ക് വേണ്ടി അംഗീകരിച്ച നമ്മുടെ ഭരണഘടന എന്ന അഭിമാനത്തോടുകൂടി നമ്മൾ ഈ 7.5 പതിറ്റാണ്ട് കാലത്തിലേറെയായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ മേഖലയിലും തുല്യതയുണ്ട്, പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിന്റെയും നേർപകുതി അവകാശം സ്ത്രീക്കുണ്ട് എന്നാണ് നമ്മൾ ഇക്കാലം അത്രയും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താ? 3-1 തരണേ എന്നാണ്. വളരെ ഗതികെട്ട അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ സ്ത്രീകൾ ഇന്ത്യയുടെ ഭരണകൂടത്തോട് യാചനാസ്വരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്, 3-1 തരണം. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമാണ്. തുല്യതയ്ക്ക് അവകാശമുണ്ട് എന്ന് ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള റൈറ്റ് ടു ഈക്വാളിറ്റി എന്നുള്ളത് ഭരണഘടനാപരമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു രാജ്യത്ത് ആ ഭരണഘടന നിലവിൽ വന്നിട്ട് 7.5 പതിറ്റാണ്ടിന് ശേഷവും ഭരണഘടന അനുസൃതമായിട്ടുള്ള നിയമം പ്രാബല്യത്തിൽ വരുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, 3-1 തരണേ എന്ന് യാചനാസ്വരത്തിൽ അഭ്യർത്ഥിക്കേണ്ടുന്ന ഗതികെട്ട അവസ്ഥയിലാണ് ഈ രാജ്യത്തെ സ്ത്രീ സമൂഹം ജീവിക്കുന്നത് എന്നുള്ളതാണ് ഒരു സ്ത്രീ സംഘടന എന്നുള്ള നിലയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയം. ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഭരണഘടനയിൽ എഴുതി പിടിപ്പിച്ചാൽ മാത്രം ഇത് നടപ്പിലാവുന്ന കാര്യമല്ല എന്ന്. ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റി എന്നുള്ളത് പൗരന്റെ മൗലിക അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം, അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 15 ഭരണഘടനാ നിർമ്മാതാക്കൾ എഴുതി വെച്ചത് നോ ഡിസ്ക്രിമിനേഷൻ. ജാതിയുടെയോ മതത്തിന്റെയോ ഭാഷയുടെയോ വേഷവിധാനങ്ങളുടെയോ ലിംഗവ്യത്യാസത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും പൗരന്മാർക്കിടയിൽ പാടില്ല എന്ന് ആർട്ടിക്കിൾ 15 എഴുതി വെച്ചു. എന്നിട്ടും ഭരണഘടനാ നിർമ്മാതാക്കൾ ആലോചിച്ചു ഇതൊക്കെ എഴുതി വെച്ചാൽ മാത്രം നടപ്പാകുന്ന കാര്യമല്ല, 8ലെ പശുവായിട്ട് മാറ്റപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ആർട്ടിക്കിൾ 15 മൂന്നാമതൊരു അനുച്ഛേദം എഴുതി വെച്ചുകൊണ്ട് ഏതെങ്കിലും മേഖലയിൽ ഡിസ്ക്രിമിനേഷൻ നേരിടുന്ന പക്ഷം, ചൂഷണങ്ങൾക്കിരകളാവുന്ന സാഹചര്യത്തിൽ, വിവേചനങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ, അതിക്രമങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ആ വിവേചനങ്ങൾക്കിരകളാകുന്ന ജനവിഭാഗങ്ങളെ പരിരക്ഷിക്കാൻ, അവരെ തുല്യതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ, സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള നിയമനിർമ്മാണ നടപടികൾ സ്വീകരിക്കാനുള്ള നിയമനിർമ്മാണ അധികാരം പാർലമെന്റിനും നിയമസഭകൾക്കും നൽകിക്കൊണ്ടാണ് ആർട്ടിക്കിൾ 15(3) ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15(3) അങ്ങനെ എഴുതി വെച്ചതുകൊണ്ടാണ് വനിതാ കമ്മീഷന്റെ അധ്യക്ഷ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളുടെ മുമ്പാകെ നിൽക്കാൻ ഇടവന്നിട്ടുള്ളത്. പരിരക്ഷ കൊടുക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ തുല്യത നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി കഴിയണമെങ്കിൽ ഈ സമൂഹത്തിൽ തുല്യത കൈവരിക്കുന്നതിനാവശ്യമായിട്ടുള്ള അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കണം എന്ന് ഭരണഘടനയിൽ തന്നെ പറഞ്ഞു വെച്ചതുകൊണ്ടാണ് നിരവധിയായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നടന്നിട്ടുള്ളത്. രാജ്യത്ത് നടന്നിട്ടുള്ള നിയമനിർമ്മാണ നടപടികളുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ നിയമനിർമ്മാണങ്ങളെല്ലാം പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള പരിഗണന ലഭിക്കേണ്ടതായിരുന്നു. സ്വാതന്ത്ര്യലബ്ധിയുടെ കാലഘട്ടത്തിൽ ഈ തുല്യത കൈവരിക്കാൻ ഇങ്ങനെ ഒരു പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള ചർച്ചയും ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് വരേണ്ടതല്ല, ഇത് സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കും. ജനാധിപത്യ രാഷ്ട്രത്തിൽ തീർച്ചയായിട്ടും ആ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളുടെ
ഭാഗമായിട്ട് തന്നെ തുല്യത കൈവരിക്കപ്പെടും. അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള നിയമനിർമ്മാണം അതിനെ സംബന്ധിച്ച് വേണ്ടതില്ല എന്നുള്ള ധാരണയായിരുന്നു ആ കാലയളവിലുണ്ടായി. സ്വാഭാവികമായിട്ട് അങ്ങ് വന്നു ചേരുമെന്നാണ്. പക്ഷെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോ 1990-കളായതിനു ശേഷവും ഇത് നടപ്പിലാവുന്നില്ല എന്നുള്ളത് മാത്രമല്ല, കൂടുതൽ വിവേചനങ്ങളും അതിക്രമങ്ങളും ഇവിടെ മാത്രമല്ല ലോകത്തെല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചർച്ചകൾ ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിലാണ് 1995 അന്താരാഷ്ട്ര വനിതാ സമ്മേളനം ബീജിംഗിൽ വെച്ച് നടന്നിട്ടുള്ള അന്താരാഷ്ട്ര വനിതാ സമ്മേളനത്തിന്റെ ഭാഗമായി ലോകരാഷ്ട്രങ്ങളോട് തന്നെ ആഹ്വാനം ഉയർന്നു വന്നിട്ടുള്ളത്. ബീജിംഗ് സമ്മേളനത്തിന്റെ ആഹ്വാനം എന്താ? ആഹ്വാനം എല്ലാ അർത്ഥത്തിലും വിവേചനങ്ങൾക്കിരകളാകുന്ന സ്ത്രീകളാണ് ഓരോ രാഷ്ട്രങ്ങളിലും ഉള്ളത്. അതുകൊണ്ട് വിവേചനങ്ങൾ കരുതി വരുത്തുന്നതിന് വേണ്ടി സ്ത്രീകളുടെ സാമൂഹ്യ പദവി ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ബീജിംഗ് സമ്മേളനം ലോകരാഷ്ട്രങ്ങളോട് ആഹ്വാനം ചെയ്തു. ആ ആഹ്വാനത്തിന് ശേഷമാണ് 95-ൽ ആഹ്വാനം വന്നു. 96-ൽ നമ്മുടെ രാജ്യത്തിന്റെ അന്ന് ദേവഗൌഡയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് അധികാരത്തിൽ ഉണ്ടായിരുന്നത്. ദേവഗൌഡ ഗവൺമെന്റ് ആണ് 96-ൽ ഇന്ത്യൻ പാർലമെന്റിൽ സ്ത്രീകൾക്ക് 1/3 സംവരണം കൊടുക്കാൻ, ഈക്വൽ അല്ല, 50% അല്ല, 1/3 സംവരണം കൊടുക്കുന്നതിനുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത്. പക്ഷെ ദേവഗൌഡ ഗവൺമെന്റിന് തന്നെ നിലനിൽപ്പുണ്ടായിരുന്നില്ല. ആ ഗവൺമെന്റ് ഡിസോൾവ് ചെയ്യപ്പെട്ടു, ബില്ലും ലാപ്സായി പോയി. പിന്നീട് അതങ്ങനെ ഇവിടെ കിടക്കുകയാണ്. 2001-ൽ മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നു. 2004-ൽ വീണ്ടും 2001-ൽ വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നു. പിന്നീട് 2004-ൽ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള 1ാം UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ഇടതുപക്ഷ പാർട്ടികൾ കൂടി പിന്തുണ കൊടുത്തിട്ടുള്ള ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ പാർട്ടികളുടെ കൂടെ പിന്തുണയോട് കൂടിയിട്ടാണ് മൻമോഹൻ സിംഗ് നേതൃത്വം കൊടുക്കുന്ന UPA ഗവൺമെന്റ് അധികാരമേറ്റത്. ആ UPA ഗവൺമെന്റിന്റെ കാലയളവിൽ വീണ്ടും ചർച്ചകൾ ഉയർന്നു വന്നു. സംവരണത്തിന് വേണ്ടിയിട്ടുള്ള വലിയ രൂപത്തിലുള്ള മുറവിളികൾ ഉയർന്നു വന്നു. ആ ഗവൺമെന്റിന്റെ അവസാനത്തെ നാളുകളിലാണ് 2008-ൽ വീണ്ടും ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടുള്ളത്. 2008-ൽ ആ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് അത് രാജ്യസഭയിലാണ് അവതരിപ്പിച്ചത്. ആ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് ഞാൻ ലോക്സഭയിൽ അംഗമായിരുന്നു. ബില്ല് അവതരണം ഒന്ന് രാജ്യസഭയിൽ നടക്കുമ്പോൾ അത് നേരിട്ട് കാണുന്നതിന് വേണ്ടി ഞാനും എന്റെ കൂടെ അന്ന് പാർലമെന്റിൽ ഉണ്ടായിരുന്ന മാവേലിക്കര MP കൂടിയായിട്ടുള്ള സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് സുജാത, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ആലോചിച്ചു, ഈ ബില്ല് അവതരണം ഒന്ന് നമുക്ക് നേരിട്ട് കാണാൻ എന്താ വഴി. അപ്പൊ രാജ്യസഭയുടെ ഗാലറിയിൽ ഒരു പാസ് എടുത്ത് ചെന്ന് രാജ്യസഭയുടെ ഗാലറിയിൽ പോയിട്ടിരുന്ന് ആ രംഗം ഞങ്ങൾക്ക് വീക്ഷിക്കാൻ കഴിഞ്ഞു. അന്ന് നിയമവകുപ്പ് മന്ത്രിയായിരുന്ന ഭരദ്വാജ് ആ ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി ബില്ല് എഴുതിയിട്ടുള്ള കടലാസ് ഇങ്ങനെ എഴുതിപ്പിടിച്ച് വായിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ 4 പാടിൽ നിന്നും വന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ആ ബില്ല് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അന്നത്തെ വനിതാ ശിശു വകുപ്പ് മന്ത്രിയായിരുന്ന രേണുക ചൗധരി, ഒരു വലിയ ആകാര സൗഷ്ഠവമുള്ള ഒരു സ്ത്രീയാണ്. അവര് 2 കൈയും ഇങ്ങനെ ബലിഷ്ഠമായിട്ടുള്ള അവരുടെ കൈകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു കാഴ്ച, വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ ഇടവന്നു. അപ്പൊ രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിക്കപ്പെട്ടു. ആ രാജ്യസഭ അന്ന് ബില്ല് പാസ്സാക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും നിരവധിയായിട്ടുള്ള വിവാദങ്ങൾ ആ കാലഘട്ടത്തിൽ ഉയർന്നു. ഒന്ന്, വനിതാ സംവരണ ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം ആദ്യം വേണം. OBC വിഭാഗങ്ങൾക്ക്, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികൾക്ക് സംവരണം കൊടുക്കാനുള്ള നിയമം വന്നിട്ട് മതി വനിതാ സംവരണം. അല്ലെങ്കിൽ വലിയ രൂപത്തിൽ സവർണരായിട്ടുള്ള ആളുകളായിരിക്കും ഈ നിയമത്തിന്റെ പ്രയോജനം കിട്ടും. ഈ സവർണരുടെ ആധിപത്യം ഉണ്ടാകും. ഹൈക്ലാസ് സൊസൈറ്റിയിലുള്ള സ്ത്രീകൾ ഇങ്ങനെ കടന്നു വരുന്നതിനാണ് ഇടവരുത്തുക എന്ന് ഈ ബില്ലിന്റെ കാര്യത്തിൽ മാത്രമല്ല നമുക്കറിയാം. 73-74 ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ 92
ആ കാലയളവിൽ തന്നെ വനിതാ സംവരണം എന്നുള്ള ആശയം ആദ്യമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത് ആ കാലയളവിലാണ്. ആ കാലയളവിൽ തന്നെ വലിയ രൂപത്തിലുള്ള ശക്തിമത്തായിട്ടുള്ള എതിർപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംവരണം കൊണ്ടുവരാനുള്ള നീക്കം നടത്തിയ സമയത്തുണ്ടായിരുന്നു. അന്ന് എന്തൊക്കെയാ പറഞ്ഞത്? ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ട് പാസ്സായി കഴിഞ്ഞാൽ അന്നത്തെ ഒരു സമൂഹത്തിൽ അത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. അടുപ്പിന്റെ മുട്ടിൽ മാത്രം കഴിയുന്ന സഹോദരിമാര് ആ അടുക്കള വിട്ട് ഈ ഭരണരംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടുക്കളയുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്നാ ചർച്ച ചെയ്തത്. വലിയ കോലാഹലാണ്. അടുക്കള തകർന്നു പോയി കഴിഞ്ഞാലത്തെ അവസ്ഥയെക്കുറിച്ച് വലിയ വേവലാതിയാണ് ഉണ്ടായത്. ചില സാംസ്കാരിക നായകന്മാർ തന്നെ പ്രതികരിച്ചു. ഈ ബില്ല് പാസാക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രയോജനം കിട്ടുക മുടി ബോബ് ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് വാനിറ്റി ബാഗും തൂക്കി നടക്കുന്ന പൊങ്ങച്ചക്കാരികളായിട്ടുള്ള സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നടക്കുന്ന പൊങ്ങച്ചക്കാരികളായിട്ടുള്ള സ്ത്രീകളായിരിക്കും ഈ നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രയോജനം കിട്ടുക. അതുകൊണ്ട് പിന്നോക്കക്കാർക്ക് സംവരണം മതി ബില്ല് പാസ്സാക്കാൻ എന്നൊക്കെ പറഞ്ഞു. അന്ന് ഡീലിമിറ്റേഷനോ ഒന്നും ഇല്ലാതെ തന്നെ 73-74 ഭേദഗതി ബില്ല് പാർലമെന്റ് പാസ്സാക്കി. അതിന്റെ പ്രയോജനം എല്ലാ സംസ്ഥാനങ്ങളിലും താഴെ തലങ്ങളിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. വലിയ കോലാഹലങ്ങളായിരുന്നു അല്ലെ? ഈ പെണ്ണുങ്ങൾക്ക് ഒരു പരിചയവും ഇല്ലാത്ത ഈ സ്ത്രീകള് ആ പഞ്ചായത്ത് ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷേ അനുഭവം ഉണ്ടായ സമയത്ത് എന്താ സ്ഥിതി? പിന്നീട് 50% സംവരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു വെപ്രാളം ഉണ്ടായില്ല. അതങ്ങനെ അങ്ങോട്ട് പാസ്സാക്കി. കാരണം വീട് ഭരിക്കാൻ കഴിയാവുന്ന സ്ത്രീകൾക്ക് നാട് ഭരിക്കാനും അസലായിട്ട് കഴിയും എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യം ഉണ്ടായത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ 50% സ്ത്രീ സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പാസ്സാക്കപ്പെട്ടതോടെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പൊ ഏതാണ്ട് 58%, കേരളം പോലുള്ള സംസ്ഥാനത്ത് 58-60%-ഓളം സ്ത്രീകൾ ഭരണരംഗത്തേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പാർലമെന്റിലും നിയമസഭകളിലും സംവരണം എന്നുള്ള ആശയത്തിനെതിരായി അതിശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടന്നതിന്റെ ഭാഗമായിട്ട് തന്നെ 2008 പാർലമെന്റിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള ബില്ല് അത് രാജ്യസഭക്ക് അന്ന് പാസ്സാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് രണ്ടാം UPA ഗവൺമെന്റിന്റെ കാലയളവിൽ 2010 മാർച്ച് 8-ാം തീയതിയാണ്. മാർച്ച് 8-ന്റെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാം. 2010 കോപ്പൻഹാഗനിൽ വെച്ച് നടന്നിട്ടുള്ള അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ആഹ്വാനം തുടങ്ങി. അപ്പോ സാർവദേശിക മഹിളാ ദിനത്തിന്റെ 100-ാം വാർഷിക ദിനത്തിൽ വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇപ്പൊ രാജ്യസഭ ബില്ല് പാസ്സാക്കി. പിന്നീട് അത് ലോക്സഭയിൽ അവതരിപ്പിച്ച് പിന്നീട് പ്രസിഡന്റിന്റെ അംഗീകാരം വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അത് നിയമമായിട്ട് മാറുള്ളൂ. പക്ഷെ ആ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടി പിന്നീട് UPA ഗവൺമെന്റിനോ പിന്നീട് 2014 അധികാരത്തിൽ വന്നിട്ടുള്ള മോഡിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റോ തയ്യാറായില്ല എന്നതാണ്. മോഡി അധികാരത്തിൽ വന്നു. വീണ്ടും 9-ാമത്തെ വർഷമാണ് 2023 ബില്ല് പിന്നെ ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ ലോക്സഭയിൽ ബില്ല് വന്നു. ലോക്സഭയിൽ ബില്ല് വന്ന സമയത്ത് നമുക്കറിയാം വലിയ രൂപത്തിലുള്ള ചർച്ചകൾ വന്നു. ആ ചർച്ചകൾക്കൊടുവിൽ ബില്ല് പാസ്സാക്കപ്പെട്ടു. ബില്ല് 2023 ബില്ല് പാസ്സാക്കപ്പെട്ടതോടുകൂടി അത് പ്രാബല്യത്തിൽ വരുത്താൻ കഴിയായിരുന്നു. പക്ഷെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് ഞങ്ങളിതാ സ്ത്രീകൾക്ക് വലിയ പരിഗണന കൊടുക്കുന്ന ആശയങ്ങളാണ് ഞങ്ങൾ രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് 2023 ലോക്സഭയിൽ ആ ബില്ല് പാസ്സാക്കിയത് എന്നുള്ളതാണ്. ലോക്സഭയിൽ ബില്ല് പാസ്സാക്കിയതിന് ശേഷം 2024 തെരഞ്ഞെടുപ്പിൽ അത് പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. 2023 സെപ്റ്റംബർ 20 നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നിയമമേ ഇല്ല. ഇപ്പോ അടുത്തായിട്ട് മോഡി ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഓരോ തരത്തിലുള്ള നിയമങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദിയും സംസ്കൃതവും ഒക്കെ തന്നെ ഉൾച്ചേർത്തുകൊണ്ട് വലിയ രൂപത്തിൽ ഭാരതത്തിന്റെ സംസ്കാരം
ഇങ്ങനെ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം എന്നുള്ള പ്രതീതി വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള പദങ്ങൾ. അത്തരത്തിലുള്ള ഒരു നിയമം എന്നുള്ള പേരിലില്ല, ഭരണഘടനാ ഭേദഗതി നിയമം മാത്രമാണുള്ളത്. പക്ഷെ ആ നിയമം ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ എത്രയോ കാലമായിട്ട് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഇപ്പോ എന്തായിട്ടാണ് ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇതിലൊക്കെ ഒരു സംസ്കൃതത്തിന്റെ ഒരു ചോയ കൂടി ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളിതിങ്ങനെ ഹർഷഭാരത സംസ്കാരത്തിന്റെ വലിയ പരിരക്ഷകരാണ് എന്നുള്ള നിലപാടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവര് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 2023 ബില്ല് പാസാക്കിയ സമയത്ത് ഉണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ്? 2023 നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിന്റെ ഭാഗമായിട്ട് 3 കാര്യങ്ങളാണ് ആ നിയമത്തിന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടത്. 2023 സെപ്റ്റംബർ 19 ബില്ല് അവതരിപ്പിച്ചത്. അത് 128ാമത് ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ടാണ്. 2023 സെപ്റ്റംബർ 20 ലോക്സഭ ബില്ല് പാസാക്കി. 454 പേര് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. കാരണം പ്രതിപക്ഷ പാർട്ടികളെല്ലാം യുനാനിമസ് ആയിട്ട് ഐകകണ്ഠേന അംഗീകരിച്ചുകൊണ്ടാണ് ബില്ല് പാസാക്കിയത്. ആ ബില്ല് പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയും ബില്ല് പാസാക്കി. 2023 സെപ്റ്റംബർ 28 ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ടു. 106ാമത് ഭരണഘടനാ അമെന്റ്മെന്റ് ബിൽ ആയിട്ട് ആ നിയമം നിലവിൽ വന്നു. ആ നിയമം 2024 നടന്നിട്ടുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ പാസാക്കാൻ മതിയായിരുന്നു. അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ രാജ്യത്ത് 181 മണ്ഡലങ്ങളിൽ സ്ത്രീകൾക്കായിട്ട് സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് ആ ബില്ല് പ്രാബല്യത്തിൽ വരുത്താൻ കഴിയുമായിരുന്നെങ്കിലും അതിന് തയ്യാറാവാതെ അതിന് ചില വ്യവസ്ഥകൾ വെച്ചു. കാരണം 2029 നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ഇത് നിയമം പാസാക്കാൻ ഉതകുന്ന രൂപത്തിൽ 2026 ജനസംഖ്യാ നിർണയം നടത്തി. ജനസംഖ്യയുടെ നിർണയത്തിന്റെ ഭാഗമായിട്ട് ഡീലിമിറ്റേഷൻ മണ്ഡലങ്ങളുടെ പുനർക്രമീകരണം നടത്തി. എന്നിട്ട് ആണ് ഈ ബില്ല് നിയമത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നുള്ള രൂപത്തിൽ ആണ് ആ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ UPA ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ബില്ലാണ്, രാജ്യസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള ബില്ലാണ് ഈ 106ാമത് അമെന്റ്മെന്റ് ആയിട്ട് 33% സ്ത്രീകൾക്ക് സംവരണം എന്നുള്ള ആശയം വെച്ചുകൊണ്ട് പാസാക്കപ്പെട്ടിട്ടുള്ളത്. ആ ബില്ല് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു ശ്രമവും, അതിനു വേണ്ടിയിട്ടുള്ള കമ്മീഷൻ ഉണ്ടായില്ല. എങ്ങനെയാണ് ഡീലിമിറ്റേഷൻ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടന്നില്ല. ജനസംഖ്യ നിർണയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല. അതിനിടയിലാണ് ഇപ്പോ നരേന്ദ്രമോദി സർക്കാർ ഒരു 3 ദിവസത്തെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് കഴിഞ്ഞ ഏപ്രിൽ 15 നമ്മളെല്ലാം വിഷു ആഘോഷിച്ചു. പിറ്റേത്തെ ദിവസം 16 മുതൽ 19 വരെയുള്ള 3 ദിവസങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ടാണ് ആ ബില്ല് വീണ്ടും പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇത് അടിയന്തരമായിട്ട് ഞങ്ങൾ പാസ്സാക്കുകയാണ്. ഡീലിമിറ്റേഷൻ ഒന്നും തന്നെ ഞങ്ങൾ കാത്തു നിൽക്കുന്നില്ല. ഡീലിമിറ്റേഷൻ ഈ പുതിയതായിട്ട് ജനസംഖ്യാ നിർണയത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കാതെ 1971 ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഡീലിമിറ്റേഷൻ നടത്തിക്കൊണ്ട് ഈ ബില്ല് പാസാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പാർലമെന്റിൽ ഒരു ബില്ല്, ഭരണഘടനാ ഭേദഗതി ബില്ല് പാസാക്കണമെങ്കിൽ എന്ത് വേണം? 1/3 പിന്തുണ വേണം. 1/3 അംഗങ്ങളുടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ബില്ല് പാസാക്കുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം 5 സംസ്ഥാനങ്ങളിലേക്ക്, കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതുപോലെ തന്നെ പോണ്ടിച്ചേരി കഴിഞ്ഞു. മറ്റു 3 സംസ്ഥാനങ്ങളിൽ ബംഗാൾ, അതുപോലെ ആസാം, തമിഴ്നാട്, ഈ 3 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വ്യാപൃതരായിക്കൊണ്ട് BJPയുടെ നേതാക്കന്മാരുൾപ്പെടെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് പൊടുന്നനവേ ഈ ബില്ല് പാസാക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട്
അടിയന്തരമായിട്ട് ബില്ല് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എന്നുള്ള രൂപത്തിൽ ഈ ബില്ല് 2026 131ാമത് ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ ബില്ല് 131ാം ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ലോ മിനിസ്റ്റർ അർജുൻ റാം മെഘ്വാൽ 2026 ഏപ്രിൽ 16 ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. 3 കാര്യങ്ങൾ ഒരുമിച്ച് നടപ്പിൽ വരുത്തുമെന്നാണ് പറഞ്ഞത്. ഒന്ന്, 106ാമത് അമെന്റ്മെന്റ് ബില്ല് 33% വെച്ച് വേഗം നടപ്പിലാക്കാൻ, സെൻസസ് ഡാറ്റ വെച്ചൊന്നും കാശ് നിൽക്കാതെ പെട്ടെന്ന് അത് അവതരിപ്പിക്കാൻ എന്നുള്ളതാണ് പറഞ്ഞത്. അതില് ലോക്സഭയുടെ എക്സ്പാൻഷൻ നടത്തണം എന്നുള്ളതാണ്. എംപിമാരുടെ എണ്ണം നിലവിൽ 543 ലോക്സഭയിൽ അംഗങ്ങൾ. അതിൽ പെട്ടെന്ന് 850 വർദ്ധിപ്പിക്കും. ആ 850 വർദ്ധിപ്പിച്ചിട്ട് അതിൽ 1/3 സ്ത്രീകൾക്ക് നൽകും എന്നുള്ള രൂപത്തിലാണ്. അതിൽ 850 എന്നുള്ള സംഖ്യ എങ്ങനെയാണ് ഇവർ കണ്ടെത്തിയത്? ഏത് മാസ്മരിക വിദ്യയുടെ അടിസ്ഥാനത്തിലാണ് 850 എന്നുള്ളത് കണ്ടെത്തിയത് എന്ന് അവർ പറഞ്ഞിട്ടില്ല. 815 സീറ്റുകൾ സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറീസിന്റെ ഭാഗമായിട്ട് 35 മണ്ഡലങ്ങൾ. അപ്പൊ 1976 മുതൽ ഫ്രീസ് ചെയ്തിട്ടുള്ള മണ്ഡല പുനർനിർണയം വീണ്ടും തുടങ്ങാൻ 2026 സെൻസസ് കഴിഞ്ഞ് ഡീലിമിറ്റേഷൻ എന്നുള്ള വ്യവസ്ഥ മാറ്റിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഡീലിമിറ്റേഷൻ കൊണ്ടുവരികയാണ്. ഡീലിമിറ്റേഷന്റെ ഭാഗമായിട്ട് മണ്ഡലങ്ങളുടെ പുനർക്രമീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബില്ലിനെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ ശക്തമത്തായിട്ട് എതിർക്കുകയുണ്ടായി. ഒന്ന്, തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമാണ്. ആർക്കും ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പഠനവും നടന്നിട്ടില്ല. 850 മണ്ഡലങ്ങളായിട്ട് പുനർനിർണയിക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള പഠനങ്ങളും നടത്താതെ, അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പാർലമെന്റ് സബ് കമ്മിറ്റി അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ പൊടുന്നനവെ ഏകപക്ഷീയമായിട്ട് ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കുന്നതിനെ പ്രതിപക്ഷ പാർട്ടികൾ എതിർത്തപ്പോ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ BJPയുടെ നേതൃത്വവും പറഞ്ഞത്, കണ്ടില്ലേ, ഞങ്ങൾ ഇങ്ങനെ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി, സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കാൻ വേണ്ടി, അവരെ ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭാഗമാക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ ഈ പ്രതിപക്ഷ പാർട്ടികൾ എതിർക്കുകയാണ്. അപ്പോ പ്രതിപക്ഷം ഒന്നടങ്കം ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ സ്ത്രീ വിരുദ്ധമാണ് എന്നുള്ള നിലപാട് അവർ ഉയർത്തിപ്പിടിച്ചു. ആ ബില്ല് അവർക്കറിയായിരുന്നു, ആ ബില്ല് പ്രതിപക്ഷ പാർട്ടികൾ എതിർത്ത് കഴിഞ്ഞാൽ, കൂട്ടമായിട്ട് എതിർത്ത് കഴിഞ്ഞാൽ അത് പാസ്സാകില്ല. 3/2 ഭൂരിപക്ഷം കിട്ടില്ല. 3/2 ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനാണ്. കാരണം BJP സ്ത്രീകൾക്ക് സംവരണം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഉള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരാകെ തയ്യാറാകുന്നു. അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളാകെ കോൺഗ്രസ് വളരെ അപകടകരമായിട്ടുള്ള രൂപത്തിൽ സ്ത്രീ വിരുദ്ധരാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഈ ജെറിമാൻഡറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മണ്ഡലങ്ങളുടെ ക്രമീകരണം നടത്താൻ വേണ്ടി അമേരിക്കയിൽ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു നടപടിയാണ്. അമേരിക്കയിലെ 2 നൂറ്റാണ്ടിന് മുമ്പ് അമേരിക്കയിലെ ഗവർണറായിരുന്ന എൽബ്രിഡ്ജ് ജെറി, അദ്ദേഹമാണ് അമേരിക്കയിൽ അന്ന് അമേരിക്കയിലെ ഗവർണറായിരുന്നു. അദ്ദേഹം 2 നൂറ്റാണ്ടിന് മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ആശയമാണ് മണ്ഡലങ്ങളുടെ പുനർക്രമീകരണം എന്ന് പറഞ്ഞാൽ യാതൊരു തത്വദീക്ഷയുമില്ലാതെ, ഒരു മാനദണ്ഡവും വെക്കാതെ മണ്ഡലങ്ങളുടെ രൂപഘടന, ഒരു തട്ടിക്കൂട്ട് മണ്ഡലങ്ങൾ ഉണ്ടാക്കുക. മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ആസാമിൽ മണ്ഡല ഡീലിമിറ്റേഷൻ നടപ്പിലാക്കിയ സമയത്ത് ഉണ്ടായിട്ടുള്ളത് BJPക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ ഇടവരുത്തുന്ന രൂപത്തിൽ ഉള്ള മണ്ഡലങ്ങളുടെ നിർണയം. ഇപ്പൊ നിങ്ങൾക്ക് മലപ്പുറംകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് നടത്തിയിട്ടുള്ള മണ്ഡല പുനർക്രമീകരണം, ഭാര്യയ്ക്ക് ഒരു ഭാഗത്ത് പോയിട്ട് ഭർത്താവിന് വേറൊരു ഭാഗത്ത് പോയിട്ട് ഒരു രൂപ സാമ്യം പോലും ഇല്ലാതെ, ഒരു ഘടനയും ഇല്ലാത്ത വിധത്തിലുള്ള ഈ വലിയ അപകടകരമായിട്ടുള്ള ആ ഡീലിമിറ്റേഷൻ ആണ് ഇവര് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സീറ്റ് വർധനവ് ജനസംഖ്യ അനുസൃതമാക്കണം എന്നുള്ളതാണ്. ജനസംഖ്യയുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് സീറ്റ് വേണ്ടെന്ന് പ്രത്യക്ഷത്തിൽ തോന്നിക്കഴിഞ്ഞാൽ നമുക്കും തോന്നും. കാരണം ജനസംഖ്യക്കനുസരിച്ചിട്ട് ആനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം വേണ്ടേ.
പക്ഷെ ഈ ആനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം 850 അംഗങ്ങൾ പാർലമെന്റിൽ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ പാർലമെന്റിന്റെ ഒരു രൂപവും ഭാവവുമേ ആയിരിക്കില്ല. അതിൽ 543 ആളുകൾ ലോക്സഭയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് 20 ആളുകൾ പോയിരിക്കുമ്പോ ഏതെങ്കിലും ഒരു എംപിക്ക് ഈ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭാഗമാക്കാൻ എത്രത്തോളം കഴിയുന്നുണ്ട്? ആ ലോക്സഭയിൽ സീറ്റുകളുടെ എണ്ണം 850 വർദ്ധിപ്പിക്കുമ്പോൾ രാജ്യസഭയിൽ ഒരു വർധനവും ഇല്ല. രാജ്യസഭ കേവലം നോക്കുകുത്തിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ലോക്സഭയുടെ എണ്ണം ഇങ്ങനെ ഭീമാകാരമായിട്ടുള്ള രൂപത്തിൽ ലോക്സഭയുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ എവിടെയാ ഈ സഭാ സമ്മേളനം ചേരുക? ഞങ്ങളൊക്കെ പാർലമെന്റിലിരിക്കുന്ന സമയത്ത് പഴയ കെട്ടിടമായിരുന്നു. അത് ഇപ്പം എല്ലാം കൂടെ മാറ്റി പുതിയ കെട്ടിടത്തിലേക്ക് കൊണ്ടുവന്നപ്പോ അവിടെ ഈ 543 അംഗങ്ങൾക്ക് ഇരുന്ന് ചർച്ച ചെയ്യാൻ പോലും ഉള്ള സാഹചര്യമില്ലാത്ത പാർലമെന്റിനകത്ത് ഈ 850 ആളുകളെ കൊണ്ടുവന്നത് ഇപ്പൊ തന്നെ പാർലമെന്റ് ചേരുന്ന ദിനങ്ങളുടെ എണ്ണം കുറയാണ്. നിയമനിർമ്മാണ സഭയെന്നാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള നിയമനിർമ്മാണ സഭയാണ് പാർലമെന്റ് എന്നാണ് നമ്മളൊക്കെ കാണുന്നെങ്കിലും ആ പാർലമെന്റിനകത്ത് ഒരു നിർമ്മാണവും യഥായോഗ്യം നടക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ എത്തിച്ചേർക്കുക. ഇപ്പോ നിയമസഭയുടെ ജനസംഖ്യയുടെ അനുപാതത്തിനനുസരിച്ച് അംഗങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം നടത്തുമ്പോ അതിന്റെ മുഴുവൻ ബെനിഫിറ്റ് സ്ത്രീകൾക്ക് കിട്ടുമോ? വർദ്ധിപ്പിക്കുന്ന അത്രയും എണ്ണം 543 നിന്ന് 850 വർദ്ധിപ്പിക്കുമ്പോൾ ഇതെല്ലാം പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? അല്ല. അതിലൊരു 151 എണ്ണം സ്ത്രീകൾക്ക്, 181 എണ്ണം സ്ത്രീകൾക്ക് കിട്ടും. ബാക്കി മുഴുവൻ ആരാ? അടുക്കളയുടെ ഭാഗത്ത് നമുക്കുണ്ടായി വർക്ക് ഏരിയ എന്ന് പറഞ്ഞ ഒരു ചായ്പ്. നേരത്തെ ഇപ്പൊ വർക്ക് ഏരിയ ഒക്കെ വളരെ മോഡേണൈസ്ഡ് ആണ്. ഈ മോഡി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരുന്ന പാർലമെന്റിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു ചായ്പ് കെട്ടിക്കൊടുത്തിട്ട് നിങ്ങൾ അവിടെ ഇരുന്നോന്ന്, വലിയൊരു ഔദാര്യം പോലെ നിങ്ങൾ അവിടെ ഇരുന്നോ, ഞങ്ങളിതാ നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറെ സൗകര്യം വർദ്ധിപ്പിച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വന്നിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടുക്കളക്കപ്പുറത്തുള്ള ഈ ചായ്പ് കെട്ടിക്കൊടുത്തുകൊണ്ട് അവിടെ ഇരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കാണ്. ബാക്കി സീറ്റുകളൊക്കെ ആയിരിക്കും 181 കഴിച്ചിട്ട് ബാക്കി സീറ്റുകളൊക്കെ പുരുഷന്മാര് തന്നെ വന്നിരിക്കും. അപ്പൊ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഏറ്റവും പുരുഷാധിപത്യപരമായിട്ടുള്ള ഒരു സഭയായിട്ട് തന്നെയായിരിക്കും ഈ പാർലമെന്റ് ഇങ്ങനെ മാറ്റം വന്നു കഴിഞ്ഞാലും മാറുക എന്നുള്ളത്. രാജ്യസഭ കേവലം നോക്കുകുത്തിയായിട്ട് മാറ്റപ്പെടും. നിയമനിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് നടക്കുന്ന ഒരു സാഹചര്യമേ ഇല്ല. ജനാധിപത്യം എന്ന് പറയുന്നത് പരിരക്ഷിക്കപ്പെടേണ്ടുന്നത് കേവലം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. ജനസംഖ്യയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ തന്നെ വീടുകളിൽ ഒരുപാട് ഒരു അച്ഛനും അമ്മക്കോ യാതൊരു ജനസംഖ്യാ നിയന്ത്രണമൊന്നും, ഫാമിലി പ്ലാനിങ് നടപ്പിലാക്കാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള അവസ്ഥ നമുക്ക് ഏതാണ്ട് നമ്മുടെയൊക്കെ തന്നെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ജനസംഖ്യ കുറക്കണം എന്ന് തീരുമാനിക്കാൻ എന്താ കാരണം? ഈ വർദ്ധിച്ചു വരുന്ന കുട്ടികളുടെ എണ്ണം സമൂഹത്തിന്റെ വികാസത്തിന് തടസ്സമാണ്. കുടുംബത്തിന്റെ നിലനിൽപ്പിന്, കുടുംബത്തിന്റെ പുരോഗതിക്ക്, കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറക്കൊക്കെ തന്നെ വലിയ തകരാറുണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഫാമിലി പ്ലാനിങ് നടപ്പാക്കിയത്. ആദ്യം നാം 2 നമുക്ക് 2 എന്ന് പറഞ്ഞു, പിന്നെ 1 കണ്ണേ എന്ന് പറഞ്ഞു. ഇപ്പൊ പുതിയ ജനറേഷൻ, ന്യൂ ജനറേഷൻ എന്നാ പറയുന്നത്. ഒന്നും വേണ്ട അല്ലെ, വിവാഹം തന്നെ വേണ്ട, എല്ലാം അപകടമാണ് എന്ന് കരുതുന്ന രൂപത്തിൽ ന്യൂ ജനറേഷൻ മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു ചിന്താഗതിയാണ്. അപ്പൊ ഈ ഫാമിലി പ്ലാനിങ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനം ഉണ്ടായപ്പോ പണ്ട് അതിനെ കുറിച്ചിട്ടൊക്കെ വലിയ പരസ്യങ്ങളൊക്കെ ആയിരുന്നു. ഈ കുട്ടികളുടെ എണ്ണം കൂടി കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് വിങ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പാർലമെന്റിന്. ഞാൻ MP ആയിരിക്കുന്ന സമയത്ത് HRDയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ആ ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യനെ വിഭവങ്ങളായിട്ട് കാണുന്ന അമൂല്യമായിട്ടുള്ള സമ്പത്താണ് മനുഷ്യർ എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് വിങ്. നമ്മുടെ അംഗൻവാടികളൊക്കെ പ്രവർത്തിക്കുന്നത് HRD ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടാണ്. സ്പോർട്സ്, മാനവ വിഭവ വികസന വകുപ്പ് എന്നുള്ളതാണ് വകുപ്പിന്റെ പേര്. അപ്പൊ അങ്ങനെ ആകുന്ന സമയത്ത് ഈ കുട്ടികളെ എന്തായിട്ട് കാണണം? രാജ്യത്തിന്റെ സമ്പത്തായിട്ട് കാണേണ്ടതാണ്. പക്ഷെ ഇപ്പൊ എന്താണ്?
കുട്ടികള് പിറക്കുന്നത് തന്നെ അപകടമാണ് എന്നുള്ള കാഴ്ചപ്പാട്, കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അത് വലിയ രൂപത്തിൽ രാജ്യത്തിന്റെ വികസനത്തിന് തടസ്സമാണ് എന്നുള്ള കാഴ്ചപ്പാട് വർദ്ധിച്ചു എന്നതോടുകൂടി വിദ്യാഭ്യാസപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ ജനസംഖ്യ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിൽ വലിയ രൂപത്തിൽ ഭാഗവാക്കായി. അതിന്റെ ഭാഗമായിട്ട് തന്നെ ജനസംഖ്യാ വർധനവിന്റെ തോതെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കുറഞ്ഞ നിലക്കുള്ള വർധനവ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഉത്തരേന്ത്യയിൽ വലിയ രൂപത്തിലാണ് ജനസംഖ്യാ വർധനവിന്റെ ഭാഗമായിട്ട് വലിയ രൂപത്തിലാണ് പോപ്പുലേഷൻ കൂടിയിട്ടുള്ളത് എന്നുള്ളത്. ആ പോപ്പുലേഷനെ അടിസ്ഥാനപ്പെടുത്തി എന്ത് വേണമെന്നാ പറയുന്നത്? മണ്ഡലങ്ങൾ വേണമെന്നാ പറയുന്നത്. അപ്പൊ എവിടെയായിരിക്കും മണ്ഡലങ്ങളൊക്കെ കൂടുക? ഉത്തരേന്ത്യയിൽ ഉത്തരാഖണ്ഡിലും ഒക്കെ തന്നെ വലിയ രൂപത്തിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഉള്ള വർധനവ് മാത്രമായിട്ട് പരിഗണിക്കപ്പെടുന്ന സമയത്ത് വലിയ രൂപത്തിലുള്ള വർധനവാണ്. ഇപ്പൊ 1971 ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 1971 യു പിയിലെ ജനസംഖ്യ 8.8 കോടിയായിരുന്നു യു പിയിലെ ജനസംഖ്യ. കേരളത്തിലോ 2.13 കോടിയാണ്. 2011 ആകുമ്പോൾ യു പിയിലെ ജനസംഖ്യ എത്രയായി? നേരത്തെ ഉണ്ടായിരുന്ന 8.8 കോടിയിൽ നിന്ന് 2011 ആകുമ്പോൾ യു പിയിലെ ജനസംഖ്യ 20 കോടിയായിട്ട് വർദ്ധിച്ചു. 230% വർധനവാണ്. 2011 കേരളത്തിൽ 2071 2.13 കോടിയായിരുന്നു. 2011 ആകുമ്പോ കേരളത്തിലെ ജനസംഖ്യ 3.34 കോടിയായിട്ടേ ഉള്ളൂ. 3.34. അപ്പൊ 155% വർധനവാണ്. അപ്പൊ ഇതാണ് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള വ്യത്യാസം. പ്രധാനമായിട്ടും ഈ ബില്ലിന്റെ അവതരണത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് രംഗത്തേക്ക് വന്നിട്ടുള്ളത് ദക്ഷിണേന്ത്യയിലെ ജനപ്രതിനിധികളാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടി ബില്ലിനെ എതിർക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നിരുന്നു. അപ്പൊ 1971 സീറ്റുകൾ സെൻസസ് പ്രകാരം സീറ്റുകളുടെ എണ്ണം നിജപ്പെടുത്തി അന്ന് 70കളിൽ ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോ ഇന്നുള്ള ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ പുനർനിർണയം നടത്തി കഴിഞ്ഞാൽ യു പിയില് ഒക്കെ 300% വർധനവാണ് ജനസംഖ്യയിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. അത് വലിയ രൂപത്തിൽ ഉള്ള എണ്ണം, ജനപ്രതിനിധികളുടെ എണ്ണം കൂടുകയും യഥാർത്ഥ നിയമനിർമ്മാണ പ്രക്രിയ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഇല്ലാതാകുകയും ചെയ്യും. സമൂഹത്തിന്റെ വികാസം എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണക്കാക്കുക? നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള യൂണിയൻ, അതുപോലെ തന്നെ സംസ്ഥാനങ്ങളെ ശക്തമാക്കി സഹായിക്കുന്നതിന്, സംസ്ഥാനങ്ങളുടെ അധികാരം പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടെടുക്കുന്ന യൂണിയൻ ഗവൺമെന്റ്, ഫെഡറൽ സംവിധാനം. ആ ഫെഡറൽ സംവിധാനം നിലനിന്ന് പോകണമെങ്കിൽ എന്തു വേണം? സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പരിരക്ഷിക്കപ്പെടുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവണം. കേന്ദ്രാവിഷ്കർ പദ്ധതിയുടെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനങ്ങളുടെ പരിരക്ഷ സാധ്യമാവുന്ന സാഹചര്യം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ മാത്രമേ ഈ ജനസംഖ്യ നയം നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ പരിരക്ഷ ലഭ്യമാകൂ എന്നുള്ള സാഹചര്യം കൂടി കണക്കെടുത്തുകൊണ്ട് ജനസംഖ്യ വർധനവ് മാത്രം അനുസരിച്ചല്ല സീറ്റുകൾ വേണ്ടത്. ഒരാൾക്കൊരു വോട്ട്, നമ്മുടെ വോട്ടിന്റെ മൂല്യം നിർണയിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം എന്ന് പറയും യൂണിയൻ ഓഫ് ടെറിട്ടറീസ് ആണ്. സംസ്ഥാനങ്ങളുടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള യൂണിയൻ എന്നുള്ള നിലയിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പരിരക്ഷിക്കുന്ന സംവിധാനം എന്നുള്ള നിലയിൽ എല്ലാ കേന്ദ്രാവിഷ്കരണ പദ്ധതികളുടെയും പ്രയോജനം ജനങ്ങൾക്കാകെ ലഭ്യമാവുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോകാൻ ഉതകുന്ന രൂപത്തിലുള്ള സാഹചര്യം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം എന്നുള്ളതാണ്. ഇപ്പൊ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നടത്തിപ്പ് എന്ന് പറയുന്നത് ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും ഒക്കെ തന്നെ സാഹചര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് കേന്ദ്രം നിശ്ചയിക്കുന്നത്. ഇപ്പൊ ഏറ്റവും അധികം എഡ്യൂക്കേഷനിൽ, വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും സംസ്ഥാനത്തിന്
നമ്മുടെ സംസ്ഥാനത്തിന് നിഷേധിക്കുകയാണ്. അപ്പൊ ദക്ഷിണേന്ത്യയിൽ 18-19% ജനസംഖ്യ മാത്രമാണ്. രാജ്യത്താകമാനമുള്ള ജനസംഖ്യയുടെ തോതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 18-19% മാത്രമാണ് ദക്ഷിണേന്ത്യയിലുള്ളത്. ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ള മാനദണ്ഡം വെച്ച് ഉത്തരേന്ത്യയുടെ ഒരു സാമന്ത പ്രദേശമായിട്ട് മാത്രം ദക്ഷിണേന്ത്യയെ മാറ്റുക എന്നുള്ള സ്ഥിതിവിശേഷമാണ് ഈ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യം ഇടുന്നത് എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ആനുപാതിക പ്രാതിനിധ്യത്തിനനുസരിച്ച് മണ്ഡലങ്ങളുടെ ക്രമീകരണം വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ന് നിലവിലുള്ള 20 മണ്ഡലങ്ങൾ മാറി 31 ആവും എന്നുള്ളതാണ്. 10 മണ്ഡലങ്ങൾ വർദ്ധിക്കും. ഇപ്പൊ നമ്മുടെ സഹോദരിമാർ ഇപ്പോ ഒരു പുതിയ പ്രസ്ഥാനം, എന്താ, സ്ത്രീ സമത്വ പ്രസ്ഥാനം, സ്ത്രീ പ്രാതിനിധ്യ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സഹോദരിമാർ ഈ ഇലക്ഷന്റെ സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വാട്സാപ്പുകളിലൂടെ ഇങ്ങനെ മെസ്സേജുകൾ അയക്കുകയാണ്. അവര് എവിടെയൊക്കെ ഒരു സാരി ഉടുത്തിട്ടുള്ള ഏതെങ്കിലും പെണ്ണ് എവിടെയൊക്കെ, അത് ഏതോ പാർട്ടി ആയിക്കോട്ടെ, അവർക്കൊക്കെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ നമുക്ക് രാഷ്ട്രീയത്തെ വിലയിരുത്താൻ വേണ്ടിയിട്ട് പറ്റുമോ? ഒരു സ്ത്രീ, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഒരു സ്ത്രീ വന്നതുകൊണ്ട് ഈ രാജ്യമാകെ സ്ത്രീകളുടെ, രാജ്യത്താകമാനം സ്ത്രീകളുടെ പരിരക്ഷ ഉറപ്പായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ ജയലളിത മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് കുഞ്ഞുങ്ങളെ, പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങളെ പുറന്തള്ളിയെന്ന് അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചുകൊണ്ട് ജയലളിത അന്ന് പറഞ്ഞത്, തമിഴ്നാട്ടിലെ സഹോദരിമാരോട് പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ നൊന്ത് പ്രസവിക്കുന്ന കുട്ടികളെ ഒന്നും ഇടണ്ട, ഞാൻ വഴിയോര തൊട്ടിലുകൾ സ്ഥാപിക്കുന്ന. ജയലളിത പക്ഷേ അധികകാലം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ സ്ത്രീ സംവരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പലരും ഉയർത്തിക്കൊണ്ടുവരുന്ന ചോദ്യം എന്താ, ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് സ്ത്രീയെ അവരോധിച്ചു കഴിഞ്ഞാൽ മാത്രം സ്ത്രീകളുടെ പരിരക്ഷ ഉറപ്പാവില്ല. എന്ത് നയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്താണ് ആശയങ്ങൾ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് തരത്തിലുള്ള ആശയങ്ങളാണ് പരിരക്ഷിക്കപ്പെടുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ത്രീകളുടെ പരിരക്ഷ ഉറപ്പാകുന്നു എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. ലോക്സഭയും രാജ്യസഭയും തമ്മിൽ സന്തുലിതമായിട്ടുള്ള അവസ്ഥയുണ്ടാവണം. പ്രാതിനിധ്യം എന്നുള്ളത് എല്ലാ തലങ്ങളിലും, അതിന് വിശാലമായിട്ടുള്ള അർത്ഥതലങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് കഴിയണം. ആ എല്ലാ തലങ്ങളിലും പ്രതിഫലിക്കുന്നതായിരിക്കണം ഈ പ്രാതിനിധ്യം എന്നുള്ളത്. കേന്ദ്രത്തിൽ ഇപ്പൊ 72 മന്ത്രിമാരുണ്ട്. അപ്പോ സാധാരണഗതിയിൽ മൊത്തം ലോക്സഭയിലുള്ള അംഗങ്ങളുടെ ഒരു 15% താഴെയാണ് മന്ത്രിമാര്. കേരളത്തിൽ ഇപ്പൊ 20 മന്ത്രിമാര് എന്നുള്ളത് ഒരു വെച്ചാൽ നിലവിലുള്ള അംഗസംഖ്യയുടെ ഒരു നിശ്ചിത ശതമാനം എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ 850 അംഗങ്ങളാകുന്ന സമയത്ത് അതിനനുസരിച്ച് മന്ത്രിമാരുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, എത്ര വരും? ഏതാണ്ട് 180ഓളം അംഗങ്ങൾ മന്ത്രിമാരുണ്ടാകും. അപ്പൊ മന്ത്രിസഭയുടെ എണ്ണം വലിയ രൂപത്തിൽ വർദ്ധിക്കും. അപ്പൊ മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവേണൻസ് എന്ന് പറയുന്ന തത്വം തന്നെ പ്രാബല്യത്തിൽ വരാത്ത, അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ സാഹചര്യം മാറുമെന്നാണ്. മന്ത്രിമാരുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ, ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും NDA ഘടകകക്ഷി എന്ന് പറയുന്നത് ഒരുപാട് എല്ലാവർക്കും സീറ്റ് വേണം. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള മത്സരം നടക്കുകയാണ്, അല്ലെ? മുഖ്യമന്ത്രി വേണം, ഉപമുഖ്യമന്ത്രി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഘടകകക്ഷികളൊക്കെ മന്ത്രിമാർക്ക് വേണ്ടിയിട്ട് മറുപടി കൂട്ടിക്കഴിഞ്ഞാൽ 850 അംഗ മന്ത്രിസഭയിൽ 850 അംഗ ലോക്സഭ നിലവിൽ വന്നു കഴിഞ്ഞാൽ എത്രയായിരിക്കും? മന്ത്രിമാര് 100-200 മന്ത്രിമാരായിരിക്കും, അല്ലെ? ആ 100-200 മന്ത്രിമാര് തമ്മിൽ അടികൂടി കൂടുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. രാജ്യസഭ എന്നുള്ളത് നിഷ്പ്രഭമായിട്ട് മാറും. ബൈകാമറൽ സിസ്റ്റം എന്ന് പറയുന്നത് അപ്രസക്തമായിട്ട് മാറും. നിയമനിർമ്മാണ സഭ എന്നുള്ളത് മാറി കേവലം ഒരു ആൾക്കൂട്ടമായിട്ട് നമ്മുടെ ലോക്സഭ മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ഈ വളരെ ഗൗരവത്തോടു കൂടിയിട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട് നമ്മുടെ മഹിളാ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ, വിവിധ പുരോഗമന ആശയം ഉൾക്കൊള്ളുന്ന സംഘടനകളുമായിട്ട് യോജിച്ചുകൊണ്ട് ഒരു ഐക്യവേദി രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവരുമായിട്ട് ചർച്ച നടത്തണം എന്ന് മഹിളാ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഡീലിമിറ്റേഷൻ പ്രാവർത്തികമാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ചർച്ച നടത്തണം എന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് അധികാര വികേന്ദ്രീകരണം പ്രാവർത്തികമാക്കിക്കൊണ്ട്
താഴെ തലത്തിലുള്ള ജനാധിപത്യ പ്രക്രിയ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിയത്തക്ക വിധത്തിൽ ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 73, 74 ഭരണഘടനാ ഭേദഗതി വന്നപ്പോ ഈ ഡീലിമിറ്റേഷൻ ഒന്നും കണക്കാക്കിയിട്ടില്ല. അന്നുള്ള ആ മണ്ഡലങ്ങളുടെ എണ്ണത്തിനനുസരിച്ചാണ് ഗ്രാമസഭകളുടെ ഒക്കെ തന്നെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ യാതൊരു തത്യപേക്ഷയും ഇല്ലാത്ത വിധത്തിൽ ഈ തട്ടിക്കൂട്ട് മണ്ഡലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെ ശക്തമായിട്ട് നമ്മൾ എതിർക്കുകയാണ്. ഈ ബില്ലവതരണം തടസ്സപ്പെട്ടു, ബില്ല് ലാപ്സായി, ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ബില്ല് ലാപ്സായി, ബില്ല് പരാജയപ്പെട്ടപ്പോ പിറ്റേ ദിവസം മോഡി രാജ്യത്താകമാനമുള്ള ജനങ്ങളോടായിട്ട് അപ്പൊ അത് അത്യപൂർവ സന്ദർഭങ്ങളിലെ മൂപ്പര് വായി തുറക്കാറുള്ളൂ. അത് ഇങ്ങനെ രാജ്യത്താകമാനമുള്ള ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബഹനവും സഹോദരിമാരെ പെൺമക്കളെ എന്നുകൂടി ഇപ്പോ അഭിസംബോധന ചെയ്തു. പെൺമക്കളെ കൂടി അഭിസംബോധന ചെയ്യുക എന്തൊരു സ്നേഹവായ്പോട് കൂടിയിട്ടാണ് ഇവരെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട്. കണ്ടില്ലേ ഈ പ്രതിപക്ഷം കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം BJPയുടെ ഭാഗത്ത് നിന്നുണ്ടായി. BJPയുടെ ഡൽഹിയിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രേഖാ ശർമ്മയുടെ നേതൃത്വത്തിൽ അവിടെ രാജീവ് ഗാന്ധിയുടെ വസതിക്ക് നേരെ മാർച്ച് നടത്തി. ഇവിടെയൊക്കെ തന്നെ നമ്മുടെ BJPയുടെ പ്രവർത്തകരായിട്ടുള്ള സ്ത്രീകൾ വലിയ രൂപത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ഇതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആരും, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇപ്പോ വനിതാ സംവരണ ബില്ലിനെ എതിർത്തിട്ടില്ല. യുനാനിമസ് ആയിട്ടാണ് 2023 ബില്ല് പാസ്സാക്കിയിട്ടുള്ളത്. ഇപ്പൊ 2026 പൊതുന്നലവെ ഈ തട്ടിക്കൂട്ട് മണ്ഡലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് BJPക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഇന്ത്യ രാജ്യത്തെ ആകെ തങ്ങളുടെ വരുതിയിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ദുഷ്ടകരമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് BJPക്കുള്ളത്. ഒരു തരത്തിലും സ്ത്രീകളോടുള്ള ഒരു പ്രതിപത്തിയുടെ ഭാഗമായിട്ടല്ല ഈ ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. ജനാധിപത്യം എന്നുള്ളത് എല്ലാ ജനവിഭാഗങ്ങളുടെയും പങ്കാളിത്തം ഉൾക്കൊള്ളുന്നതാണ്. ആ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് ജനാധിപത്യത്തിന്റെ വികാസത്തിന് എല്ലാ ജനവിഭാഗങ്ങളുടെയും പങ്കാളിത്തം തുല്യമായിട്ടുള്ള രൂപത്തിൽ ഊട്ടി ഉറപ്പിക്കാൻ കഴിയത്തക്ക വിധത്തിൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നതിനു വേണ്ടി അടിയന്തരമായിട്ടുള്ള നടപടികൾ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് മണ്ഡല പുനർനിർണയം സാധ്യമാക്കി എടുത്തുകൊണ്ട് 2029 തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത് പ്രാബല്യത്തിൽ വരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ സംഘടന ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ജനസംഖ്യയുടെ